ഹലോ, ഗുഡ് മോർണിംഗ്. രാധാസ് ഹോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ പത്തരമാറ്റിൻ്റെ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാരാർ അഡ്വക്കറ്റും പിന്നെ ദേവയാനിയും കൂടെ സംസാരിക്കുന്നത് നമ്മളുടെ നയന മാറി നിന്ന് കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ മാരാർ പറയുന്നുണ്ട് ദേവയോട്, ദേവേ നിൻ്റെ വീട്ടിലേക്ക് കയറി വരാൻ പറ്റിയ കുട്ടികൾ തന്നെയാണ് അവർ നല്ല കുട്ടികളാണ് 3 പേരും എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ദേവയാനിക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണ്. അപ്പോൾ അറിയാം, അങ്കിളെ ഒരിക്കലും ഞാനാണ് ഇതിൻ്റെ പിന്നിലെന്ന് അറിയരുത് കേട്ടോ. പറയുമ്പോൾ അതൊന്നുമില്ല എന്നൊക്കെ പറയും. അപ്പോൾ എങ്ങനെ നന്ദി പറയേണ്ടതെന്ന് അറിയില്ല അങ്കിളെ എന്നൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ പറയും അതിൻ്റെ ഒന്നും ആവശ്യമില്ല ദേവി, എന്തായാലും അവൾ മിടുക്കിയ, നമ്മൾ വിചാരിച്ച പോലെ ഒന്നല്ല, അവൾ നല്ല മിടുക്കിയ കുട്ടിയാണ്, പോലീസ് യൂണിഫോം ഇടാൻ യോഗ്യതയുള്ള കുട്ടി തന്നെയാണെന്നൊക്കെ അങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ നയനെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് പിന്നെ ഓട്ടോക്കാരനോട് പറയും, ഓട്ടോ തിരിച്ചോളൂ ചേട്ടാ എന്ന് പറയും. അങ്ങനെ ഓട്ടോക്കാരൻ അപ്പോൾ അവർ അങ്ങനെ തിരിഞ്ഞു പോകുമ്പോൾ അവളിങ്ങനെ നോക്കി പോവുകയാണ്. അവൾക്ക് ഏതാണ്ട് കുറേയൊക്കെ കാര്യങ്ങൾ മനസ്സിലായി നമ്മുടെ നയനയ്ക്ക്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മളെ അനി മോളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരികയാണ്. ഫോണിൽ എന്താരോടോ സംസാരിച്ചോടോ മറ്റും ഇറങ്ങുമ്പോൾ കാണാം, എന്താ പറയുക, അനാമിക കാണാം എല്ലാം നഷ്ടപ്പെട്ടവളെ പോലെ ഇങ്ങനെ വരുന്നു. ആഹാ വന്നോ എന്ന് വയ്ക്കും. അപ്പോൾ പറയും, എന്തായി നീ പോയിട്ട്, എന്താണ് അവൾ രക്ഷപ്പെട്ടില്ലേ നന്ദു, അവളൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയായിരുന്നു, അവളെ കൊടുക്കാൻ നോക്കിയതല്ലേ, എന്നിട്ട് എന്തേ നോക്കും. അപ്പോൾ അറിയും നിനക്ക് സന്തോഷമായില്ലേ, അറിയും സന്തോഷമായി, എനിക്ക് നല്ല സന്തോഷമായി, അവൾ എൻ്റെ ഏറ്റവും നല്ല ബെസ്റ്റ് ഫ്രണ്ടാണ്, മാത്രമല്ല ഇവിടുത്തെ എഴുത്തിമാരുടെ അനിയത്തിയാണ്, അതുകൊണ്ട് അവൾ രക്ഷപ്പെട്ടതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്ന് അറിയും. അപ്പോൾ പറയും, പിന്നെ അവൾ ശരിക്കും പോലീസ് ആവേണ്ടതായിരുന്നില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അനിയായിട്ട് അടി കൂടിയാണ്. അപ്പോൾ അനി പറയും, നീയും നിൻ്റെ വീട്ടുകാരും കൂടെ തന്നെയാവും അത് ചെയ്തിട്ടുണ്ടാവുക, അല്ലാണ്ട് വേറെ ആരുമില്ല, അവൾ SI ആവണം, എൻ്റെ ദേഷ്യം മുഴുവൻ നിങ്ങൾക്കാണ് എന്നൊക്കെ അങ്ങനെ അനി പറയുക. അപ്പോൾ പറയും വെറുതെ വേണ്ടാത്ത പറയണ്ടെന്ന് അറിയാം, അത് ആര് പറഞ്ഞു, എല്ലാവർക്കും അറിയാമെന്ന് പറയും. അപ്പോൾ അറിയാം അവളുടെ ചേച്ചിമാരെ പോലെ ഞാൻ തോന്നിയ പോലെ കയറി വന്നതല്ല, അങ്ങോട്ട് കള്ളപ്പേരും പറഞ്ഞ് കയറി വന്നല്ല, ആയിക്കോട്ടെ, എനിക്ക് സങ്കടമില്ല, സന്തോഷമേ ഉള്ളൂ, കാരണം ഇപ്പോൾ ഞങ്ങൾക്കൊക്കെ അഭിമാനമാണ് നയനേടത്തിനെ കുറിച്ച്. നയനേടത്തിയാണ് ഞങ്ങളെ കമ്പനിക്ക് വേണ്ടി ഇത്രയും പിന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, പിന്നെ ചീഫ് ഡിസൈനറായിട്ട് വെച്ചിരിക്കുന്നത് നയനേടത്തിന് തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആർക്കിപ്പോൾ അതിലൊരു നാണക്കേടും ഇല്ല, മാത്രമല്ല എല്ലാവർക്കും സന്തോഷമാണെന്ന് പറയും. അപ്പോൾ പറയും, നിൻ്റെ എന്താണ് മുത്തശ്ശനും എല്ലാവരും കൂടെ ചേർന്നിട്ടാവും അവളെ ഇറക്കിയിട്ടുണ്ടാവുക, നിൻ്റെ മുത്തശ്ശന് കോടതിയെ വരെ വിലയ്ക്ക് വാങ്ങാനുള്ള സ്വാധീനം ഉണ്ടല്ലോ എന്നറിയും. ഇവിടെ എൻ്റെ മുത്തശ്ശനോ മറ്റുള്ളവരോ ആരുമല്ല, അവൾ തന്നെയാണ് അവളുടെ കേസ് വാദിച്ച് ജയിച്ചത്, അതിൽ ഞങ്ങൾക്കൊക്കെ സന്തോഷമുണ്ട് എന്നൊക്കെ പറയും. അങ്ങനെ അനിയനോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് മനസ്സിലായി അനിയനോട് തട്ടിക്കയറിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിനൊക്കെ ഉരുളയ്ക്ക് ഉപ്പേരി കൊടുത്ത പോലെ നമ്മൾ അനിക്കും നന്ദു രക്ഷപ്പെട്ടതിൽ ഭയങ്കര പവറായിട്ടുണ്ട്. അങ്ങനെ അവളോട് നീ എന്താ ചെയ്തോ എന്നും പറഞ്ഞിട്ട് നമ്മുടെ അനി അവിടുന്ന് അങ്ങോട്ട് പോരും. ഇവള് പിന്നെ ഇങ്ങനെ നിൽക്കുന്നത് എൻ്റെ എല്ലാ ക്ഷമയും കേട്ട് നിൽക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പറയും, നീ എന്താ ചെയ്യേണ്ടി എന്ന് പറഞ്ഞിട്ട് അനി പോരുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെല്ലുന്നത് പിന്നെ ഇവിടേക്ക് നമ്മളെ നയന ആലോചിക്കുകയാണ് ഇരുന്നിട്ട്, ഓഫീസിലിരുന്നിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ ദേവയാനിയുടെ ഓരോരോ കാര്യങ്ങൾ, ഇപ്പോൾ അവളെ വീട്ടിലേക്ക് വിളിക്കാൻ വേണ്ടി പോകുമ്പോഴും കല്യാണം കഴിച്ചു കൊടുത്ത സ്വന്തം വീട്ടുകാരെ പോലെ കാണാൻ കഴിയുന്ന പെൺകുട്ടികൾക്ക് അവർക്ക് അത്രയും മികച്ച ഇത് കിട്ടിയിരിക്കും, സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ ആയിരിക്കും, അങ്ങനെ സ്വന്തം വീട് പോലെ കാണാൻ കഴിയുന്ന പെൺകുട്ടികൾ വിരളാണ്, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ഇങ്ങനെ പറയാൻ ദേവയാനി നമ്മളെ നയനേനെ വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടി പോകുമ്പോൾ പറഞ്ഞുള്ള ഡയലോഗുകളാണ് അതൊക്കെ. അപ്പോൾ അവളൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ അവിടെ ഇരുന്നിട്ട്. അപ്പോൾ ഇവൾക്ക് മനസ്സിലായി തുടങ്ങിയിരുന്നു അമ്മയ്ക്ക് ഒരുപാട് മാറ്റം. ഒന്നില്ലെങ്കിൽ അമ്മ, പിന്നെ അതുപോലെ അബി ഒരു പെണ്ണിനെയും കൊണ്ട് വരുന്നുണ്ടല്ലോ, പിന്നെ ലിവർ കൊടുത്ത പെണ്ണ്. അപ്പോൾ പറയും, അവളുടെ ഫോട്ടോ ഞാൻ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ എനിക്ക് ലിവർ തന്ന പെൺകുട്ടി ആരാന്ന് പറയാനേ അവർക്ക് മടിയുണ്ടായിരുന്നുള്ളൂ, പക്ഷേ ആ കുട്ടി ഇതല്ല എന്ന് പറയാൻ അവർക്ക് മടിയുണ്ടായിരുന്നില്ല എന്ന് പറയും. അപ്പോൾ പിന്നെ അവളിങ്ങനെ ആലോചിക്കും, ഇപ്പോൾ അമ്മ അതിൻ്റെ പിന്നാലെ പോകാത്തത് അമ്മയ്ക്ക് ഏതാണ്ട് കുറേ മനസ്സിലായിട്ടുണ്ട്, ഞാനാണ് അമ്മയ്ക്ക് ലിവർ കൊടുത്തതെന്ന് അമ്മയ്ക്ക് മനസ്സിലായിട്ടുണ്ട്, അതുകൊണ്ടാണ് അമ്മയിൽ ഈ മാറ്റം വന്നിരിക്കുന്നത് എന്നൊക്കെ അവളിങ്ങനെ ആലോചിക്കാൻ കേട്ടോ. ആ സമയം നമ്മൾ ദേവയാനി ആദർശിനെ കാണാൻ വേണ്ടിയിട്ട് ഓഫീസിലുണ്ട്. അപ്പോൾ അവൻ പറയുകയാണ്, എന്താമ്മേ പെട്ടെന്നൊരു വിസിറ്റ് എന്ന് പറയുമ്പോൾ, എന്താ എനിക്ക് ഇങ്ങോട്ട് വന്നൂടെ, ഇടയ്ക്കൊക്കെ ഒന്ന് വന്ന് നോക്കണം, ഇവിടെ എന്താ നടക്കണമെന്നൊക്കെ ഒന്ന് അറിയണമല്ലോ എന്നറിയും. അപ്പോൾ അവൾക്ക് ക്യാബിൻ വേറെ നിൽക്കും, അതേ
എന്നറിയും. അവൾ വേറെ ക്യാബിനിലാണ്. അപ്പോൾ അവളിപ്പോൾ ഒരു വലിയ വലിയ ഡിസൈനറല്ലേ, അപ്പോൾ അവൾക്ക് വേറെ ക്യാബിൻ കൊടുത്തിരിക്കുകയാണെന്നൊക്കെ പറയും. അതെന്തായാലും നന്നായി എന്നൊക്കെ പറയും. അപ്പോൾ പിന്നെ അമ്മേ പിന്നെ നന്ദുവിനെ മാരാർ വക്കീലാണല്ലേ ഇറക്കിയത്, അതാണ് അതിശയം. കാരണം ഞാനോ അച്ഛനോ ആരും മൂപ്പരെ കണ്ടിട്ടില്ല. ഇപ്പോൾ നന്ദുവിൻ്റെ വീട്ടുകാരാണെങ്കിലും അവരും അറിയില്ല, അവർ ഫീസ് പോലും വാങ്ങാണ്ടാണ് വക്കീൽ ഇതെല്ലാം ചെയ്തതെന്നാണ് പറഞ്ഞത്. അറിയുമ്പോൾ അവരിങ്ങനെ ഉള്ളിങ്ങനെ ചിരിക്കുക കേട്ടോ. അപ്പോൾ പറയും ശരി, നീ ഒരു കാര്യം ചെയ്യേ, അങ്കിളിനെ ഒന്ന് പോയി കണ്ടിട്ട് മൂപ്പർക്ക് എന്തെങ്കിലും ട്രീറ്റ് കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കുക എന്ന് പറയും. ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു പറയും. ഓക്കെ, വിളിച്ചാലും സാറിൽ നേരിട്ടൊന്ന് പോയി കാണുക എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ കാണണം, പോയി കാണണം, എന്തായാലും അവളെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നല്ല, അവൾ മിടിക്കുകയാണ് അമ്മേ, അവൾ നല്ല കുട്ടിയാണെന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ എന്നൊക്കെ പറയും. ശരി എന്നാൽ ഞാൻ പോവുകയാണ് അറിയാം. അപ്പോൾ ആദർശിക്കും നയനേൻ്റെ ഓഫീസ് നയനെ കാണുന്നില്ലേക്കുമ്പോൾ ഇല്ല, എന്തിനാ ഇപ്പോൾ അവളെ കാണണേ, അതിനൊന്നും ആവശ്യമില്ല, അവളെ കാണാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വിട്ടത്. ഇനിയിപ്പോൾ ഇതിന് ഞാൻ അവളെ കാണണേ, ഞാൻ സ്റ്റാഫുകളെയൊക്കെ ഒന്ന് കാണട്ടെ, കുറേ ഞാൻ അവരൊക്കെ ഒന്ന് കണ്ടിട്ട് ഞാൻ പോയിക്കോളാം എന്നറിയും. അപ്പോൾ അങ്ങനെ കുറേ നേരം അവരുടെ സംഭാഷണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റാഫുകളെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ അപ്പോൾ ആദർശ് ഇങ്ങനെ നോക്കുകയാണ്, അവർ പോണത് നോക്കി. അപ്പോൾ ഇവരിങ്ങനെ ഒരു ചിരിയോട് കൂടിയിട്ടാണ് പോണത്, നമ്മുടെ ദേവയാനി. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നന്ദും കൂട്ടരും കൂടെ മതിലൊക്കെ ചാടി, സ്കൂട്ടറും കൊണ്ട് വന്ന് നിൽക്കണു, മതിൽ ഗേറ്റൊക്കെ എടുത്ത് ചാടി വരികയാണ്. അപ്പോൾ പറയും, എന്നെ ഒരു കാര്യമില്ലാണ്ടാണ് കോടതിയിലും ജയിലിലൊക്കെ കയറ്റിയത്, അതിനുള്ളത് ഞാൻ കൊടുക്കുക തന്നെ ചെയ്യും, ഞാൻ അവിടുന്ന് പോണതിൻ്റെ മുന്നേ ഞാനത് കൊടുത്തിട്ടേ പോവുള്ളൂ. ഇവരാദ്യം പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു ചെക്കന്മാരും അവളും കൂടെ. അപ്പോൾ നമുക്ക് അത് തീർത്തിട്ട് വേണം ഇവിടുന്ന് പോകാമെന്ന് അറിയണം. അപ്പോൾ അത് തന്നെ കഴിഞ്ഞ പ്രാവശ്യം വന്ന് അടിച്ചതുകൊണ്ട് അവർ നമ്മൾ ബെല്ലടിക്കുമ്പോൾ വന്ന് വാതിൽ തുറക്കണം എന്നില്ല, അങ്ങോട്ട് നമുക്ക് പിന്നാമ്പുറത്ത് കൂടെ പോവാം, പിന്നാമ്പുറത്ത് കൂടെ പോവാം, അല്ലെങ്കിൽ നമുക്കിവിടെ ഡോറ് തുറക്കാനുള്ള ഒരു കഴിവില്ല ചോദിക്കും ഒരു കൂട്ടുകാരനോട്. പറയും എന്നറിയും, എന്നാൽ വാന്നറിയും. അങ്ങനെ ഇവർ പിന്നാമ്പുറത്ത് കൂടെ പോയി ഡോറ് തുറക്കുക. അപ്പോൾ രേവതിയും വീടും കൂടെ ഒന്ന് ഉറങ്ങുമ്പോൾ കാണാം പാത്രങ്ങൾ വീഴുന്ന ശബ്ദം കേൾക്കുമ്പോൾ രേവതി പെട്ടെന്ന് നീക്കും. എല്ലാം അറിയും, ഇതേ മനുഷ്യ എഴുന്നേക്ക്, എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കാണ്ടെന്നറിയും. അപ്പോൾ ഇയാൾ എന്നൊക്കെ അറിയും. ഇങ്ങനെ കട്ടിൽ കാണുമ്പോൾ പോത്തുപോലെ കറന്നു വെക്കുന്ന ഒരു മനുഷ്യൻ, എഴുന്നേക്ക്, എന്തൊക്കെയോ ശബ്ദം കേൾക്കണു, പാത്രങ്ങൾ വീഴുന്ന ശബ്ദമൊക്കെ കേൾക്കാണ്ട് പറയും. അപ്പോൾ അന്നത്തെ പോലെ ഇനി വല്ലവരും കയറിയതാണോ എന്ന് വയ്ക്കുമ്പോൾ പിന്നെ അന്നത്തെ അതൊന്നല്ല, പൂച്ച കയറിയത് തന്നെയാവും പറയും. എന്നിട്ട് രണ്ടാളും കൂടെ പോയി വാതിൽ തുറക്കുകയാണ്. വാതിൽ തുറക്കുന്ന സമയത്ത് ഈ അവരുടെ ഡോറിൻ്റെ അവിടെ തന്നെ കാണാം പാത്രങ്ങൾ കിടക്കണം. അപ്പോൾ ഇവർ കാല് തട്ടുമ്പോൾ ഈ പാത്രങ്ങൾ ഇത് പൂച്ചകളെ പണി തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ അടുക്കളയ്ക്ക് ചെല്ലുമ്പോഴേക്കും പിന്നെ ഒരൊറ്റ ചവിട്ടാണ് വേണുവിനെ. അവിടുന്ന് അവരെ ഇട്ട് പൊതിരെ അങ്ങോട്ട് തല്ലിയിട്ട് രണ്ടാളി നല്ല കണക്കിന് അയ്യോ തല്ലല്ലേ ഓടിവായോ എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുന്നുണ്ട്. പക്ഷെ ഉള്ളിലായതുകൊണ്ട് പുറത്തുനിന്ന് ആരും കേൾക്കാനുമില്ല. ആവശ്യത്തിന് അടിച്ച് അവസാനം സ്റ്റെയർ കേസിന് അവിടെ കൊണ്ടിട്ട് ചവിട്ടി കൂട്ടുകയാണ് നമ്മുടെ നന്ദും കൂട്ടരും പാടെ. അതിൽ റിവ പറയുമ്പോൾ നിൽക്ക് അത് ആരാ ചെയ്തതെന്ന് അറിയണിട്ട് നമ്മൾ ഹെൽമെറ്റ് എടുക്കാണ്ട് അതിൻ്റെ ഗ്ലാസ് പൊക്കി വെച്ചിട്ട് പറയും, ഞാൻ തന്നെയാണ് ചെയ്തത്, പോയി കേസ് കൊടുക്കുക, ഞാനൊരു തെറ്റും ചെയ്യാണ്ട് എന്നെ കോടതിയിലും ജയിലിലൊക്കെ കൊണ്ട് ഇരുത്തിയില്ലടോ താൻ, അതിന് ഞാൻ തന്നെയാണ് വന്ന് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ മുകളിൽ താൻ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ താനും തൻ്റെ മകളും ഇവരും കൂടെ കുടുങ്ങും. കാരണം എൻ്റെ ചേച്ചിയുടെ അമ്മായിയമ്മയ്ക്ക് പാലിൽ വിഷം ചേർത്ത് കൊടുത്ത് നീയാന്നൊക്കെ ഞാൻ ഇങ്ങോട്ട് വലിച്ച് പുറത്തേക്ക് ഇടും. അതുപോലെ ആ മാല കൊണ്ടുപോയതും എന്നെ കോടതി കയറ്റിയതൊക്കെ എന്താണ് തെളിവ് സാധ്യം ഞാൻ കൊണ്ടുവരും, കാണണോ നിനക്ക്? ഇതിൻ്റെ മുകളിൽ വല്ല കേസിനോ പ്രശ്നത്തിനോ പോയിട്ടുണ്ടെങ്കിൽ അപ്പം ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മുടെ നന്ദു നല്ല കണക്കിന് കൊടുത്തിട്ട് ഇങ്ങോട്ട് പോരുകയാണ്. അവിടുന്ന് ഒരു മൂന്നാളും കൂടെ ചാടി പുറത്ത് പോകുമ്പോൾ പറയും, മനുഷ്യ എന്നെ ഒന്ന് രക്ഷിക്കും മനുഷ്യ എന്ന് പറഞ്ഞിട്ട് രേവതി കരയുകയാണ്. അപ്പോൾ രേവതി പറയുമ്പോൾ ഞാൻ കടന്നോടത്ത് നീച്ചിട്ടുണ്ടല്ലോ, എന്നിട്ടല്ലേ ഇപ്പം നിന്നെ വലിച്ചു കയറ്റാൻ എന്നിങ്ങനെ പറയുകയാണ് വീണു കേട്ടോ. അങ്ങനെ അവിടുന്ന് ഒരു വിധത്തിൽ രണ്ടാളും തപ്പി നിറഞ്ഞ് നിൽക്കും. ഇവർ മൂന്ന് പേരും കൂടെ മതിൽ ചാടി അതുപോലെ പോവുകയും ചെയ്യും. അപ്പോൾ നമ്മളെ എന്താ പറയുക, ഇവർ കാത്ത് നിൽക്കുകയാണ്. പിന്നെ അച്ഛനും അമ്മയും നമ്മളെ നന്ദുവിൻ്റെ അച്ഛനും അമ്മയും കാത്തു നിൽക്കുക. ഇവർ കാണുന്നില്ല, എവിടെ പോയി ഈ കുട്ടി, ഇത്ര നേരമായില്ലേ പറഞ്ഞയക്കേണ്ടിയിരുന്നില്ല, സന്ധ്യയ്ക്ക് പോവുക എന്ന് പറയുമ്പോൾ പറഞ്ഞയക്കേണ്ടിയിരുന്നില്ല എന്നൊക്കെ പറയും. അപ്പോൾ പറയും അറിയില്ല, അവൾ വരട്ടെ, എന്തെങ്കിലും ആവശ്യത്തിന് പോയതാവും എന്ന് പറയും.
അപ്പോഴേക്കും അവൾ വരും. എന്നിട്ട് ഇങ്ങനെ കയറി വരുമ്പോൾ ചോദിക്കും, നീ എവിടെ പോയതാണെന്ന് പറയും. അപ്പോൾ പറയും, എന്നെ കള്ളക്കേസ് കുടുക്കിയില്ലേ വേണു, അവളുടെ അമ്മയും അച്ഛനും അവർക്ക് നല്ല കണക്കിന് കൊടുത്തിട്ടാണ് വരുന്നത് പറയുമ്പോൾ, അയ്യോ മോളെ പ്രശ്നമാവോ ചോദിക്കും. എന്ത് പ്രശ്നം അമ്മയ്ക്ക് അറിയില്ല, ഞാൻ ഒരു ദിവസം മുഴുവൻ ജയിലിലിരുന്നു, അത് കഴിഞ്ഞ് പിറ്റേ ദിവസം എന്നെ കോടതിയിൽ ഹാജരാക്കി. എന്നെ ഇങ്ങനെ ആക്കിയത് ഒരു പെൺകുട്ടിക്കും സഹിക്കാവുന്നതിൻ്റെ അപ്പുറമാണ് അവരെന്നോട് ചെയ്തത്. ഇനി ഇങ്ങനെ ഒരു മറുപടി കൊടുത്തില്ലെങ്കിൽ ശരിയാവില്ല, അതുകൊണ്ട് തന്നെ ഞാൻ നല്ല കണക്കിന് കൊടുത്തിട്ടുണ്ട് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ നമ്മളുടെ നന്ദു. ഇനി ഇങ്ങനെ പോയാൽ ശരിയാവില്ല, കാരണം നമ്മൾ അവരെന്ത് ചെയ്താലും എന്ത് കാണിച്ചാലും നമ്മൾ മിണ്ടാതിരിക്കും. അപ്പോൾ അത്രയ്ക്ക് അവർ നമ്മളെ തലയിൽ കയറാൻ വരികയാണ്, അങ്ങനെ പറ്റില്ലല്ലോ എന്നൊക്കെ പറയും. ഞാൻ എന്നെ മുഖം കാണിച്ചിട്ട് തന്നെ ഞാൻ അടിച്ചെണ്ണത് എന്ന് പറയും. ഇനി അഥവാ ഇനിയിപ്പോൾ അവർ കേസിന് പോവുകയാണെങ്കിൽ തന്നെ നമ്മളെ പിന്നെ ചേച്ചിയുടെ ആദർശേട്ടൻ്റെ അമ്മയ്ക്ക് വിഷം കൊടുത്ത എല്ലാ കേസ് വരെ ഞാൻ വലിച്ചു പുറത്തേക്ക് എടുക്കും. അപ്പോൾ പിന്നെ അപ്പോൾ നമ്മളല്ല കുടുങ്ങാൻ പോകണം, അവരാവും കുടുങ്ങാൻ പോണത്. അവരുടെ മകളും അമ്മയും അച്ഛനും കൂടെ ചെയ്ത തനി ഫ്രോഡുകളാണ് അവരെന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ മോളെ പ്രശ്നമാവുമോ എന്ന് ചോദിക്കും ഗോവിന്ദൻ. ഇല്ല അച്ഛ, ഒരു പ്രശ്നമില്ല, നമ്മൾ ഇനിയെങ്കിലും പ്രതികരിച്ചില്ലെങ്കിൽ ശരിയാവില്ല. എന്നെയും ചേച്ചിമാരെയും കുറച്ചൊന്നല്ല അവരിട്ട് വട്ടം കറക്കണത്. ഇനി ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ പിന്നെ അവരുടെ മുന്നിൽ ഇതായി പോകും എന്നൊക്കെ പറയും. അപ്പോൾ കനക പറയും, ഇനി എന്തൊക്കെയായി തീരും എന്ന് പറഞ്ഞു. എന്താവാനാമേ, ഒന്നും ആവില്ല, ഇനി എന്തെങ്കിലും കേസുമായിട്ട് അവരിങ്ങോട്ട് വരട്ടെ അറിയാം. അപ്പോൾ മോളെ നിനക്ക് SIയുടെ കുപ്പായി ഇടണ്ടേ, ഇടണം. ഇനിയും മറ്റേ ഇതിലേക്ക് പോകാൻ ക്യാമ്പിന് പോകാൻ ഇനിയും സമയമെടുക്കും. അതുവരേക്ക് ഈ ഒരു പ്രശ്നവും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തത്, അല്ലെങ്കിൽ നമ്മൾ വെറും ഇതായി പോകുന്നൊക്കെ പറഞ്ഞിട്ട് നന്ദു നല്ല ദേഷ്യം തീരണ വരെ എന്തായാലും കണക്കിന് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മൾ ദേവയാനി ചായ ഉണ്ടാക്കുക. പിറ്റേ ദിവസമായപ്പോൾ ചായ ഉണ്ടാക്കുകയാണ്. ചായ ഉണ്ടാക്കി നോക്കുമ്പോൾ നയന അങ്ങോട്ട് വരിക. നയന വരുമ്പോൾ നയന ഇങ്ങനെ നോക്കി ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ അമ്മേ എന്ന് പറഞ്ഞിട്ട് വരുമ്പോൾ, നീ എന്തിനാ അപ്പം ഇങ്ങോട്ട് വന്നേ, നിനക്ക് റൂമിലിരിക്കായിരുന്നില്ലേ, ചായ ഞാൻ അങ്ങോട്ട് കൊടുന്ന് തരുമായിരുന്നല്ലോ എന്നറിയും. അപ്പോൾ അല്ല അമ്മേ, ഞാൻ അമ്മയൊന്ന് സഹായിക്കാൻ വേണ്ടി വന്നതാണ് അറിയും. എന്നെ ഒന്നും സഹായിക്കേണ്ട, നീ ഒന്നിലും തൊടേ വേണ്ട എന്നറിയാം. അപ്പോൾ അവളിങ്ങനെ ചിരിക്കും കേട്ടോ. അപ്പോൾ കാരണം, നീ എന്തിനാ എന്നെ ചിരിച്ചത്, എന്നെ എന്താ പരിഹസിക്കുക എന്ന് ചോദിക്കും. ഏയ് അമ്മയുടെ സ്വഭാവത്തിനെ കുറിച്ച് ആലോചിച്ച് ചിരിച്ചാണ്. എൻ്റെ സ്വഭാവം എന്താ? അപ്പോൾ എൻ്റെ സ്വഭാവത്തിന് ഞാനൊരു പൊടിക്ക് ഒതുങ്ങിയിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെ, എൻ്റെ മോനെ ആലോചിച്ചിട്ടാണ്, അല്ലാണ്ട് നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ല എന്നറിയും. അപ്പോൾ നമുക്ക് ഏതാണ്ട് കാര്യം മനസ്സിലായി, അമ്മ വെറും അഭിനയമാണെന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ട് നമ്മളെ പിന്നെ നയനയ്ക്ക്. അപ്പോൾ പറയും, അതിലമ്മേ ഞാൻ അമ്മയെ ഒന്ന് സഹായിക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. സഹായിക്കൊന്നും വേണ്ട, നിങ്ങളൊക്കെ സഹായിച്ചിടത്തോളം തന്നെ മതി. നീ അവിടെ പോയിരുന്നോ, പോയിട്ട് പിന്നെ ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്നേരാം റൂമിൽ ചായ എന്ന് പറയും. അപ്പോൾ അവിടുന്ന് രണ്ടാളും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് പിന്നെ നമ്മളുടെ എന്താണ് അനാമിക ചാടി പിടിച്ചുകൊണ്ട് വരുന്നു. അപ്പോൾ മോളോ, എന്താ മോളെ എന്ന് ചോദിക്കും അനാമികയോട്. അപ്പോൾ അമ്മ വല്യമ്മേ, ഞാൻ വീട് വരുന്ന പോവാണ്, അവിടെ അച്ഛനും അമ്മേനെയും പിന്നെ ആരോ അന്നത്തെ പോലെ തല്ലി ഒതുക്കി ഇട്ടിട്ടുണ്ട് എന്നറിയും. അപ്പോൾ ഇവളെ അനിയത്തിനെയാവും, നന്ദുവും, അവളല്ലാണ്ട് വേറെ ആരാ, നീ കണ്ടോ നന്ദു ചെയ്യുന്നതെന്ന് ചോദിക്കും നയന. വെറുതെ അറിയാത്ത കാര്യങ്ങൾ പറയരുത്, അറിയണ കാര്യങ്ങൾ പറയുക, അറിയാത്ത കാര്യങ്ങൾ വെറുതെ എൻ്റെ അനിയത്തിയുടെ തലയിൽ കൊണ്ടിടരുത്, അല്ലാതെ ആരാ ചെയ്യുക എന്നറിയും. അപ്പോൾ നീ ആദ്യം പോയി കാര്യങ്ങൾ അന്വേഷിച്ച് നോക്കുക, എന്താ ഏതാണെന്ന് അന്വേഷിച്ച് നോക്കുന്നത്, അല്ലെങ്കിൽ പോയി കേസ് കൊടുക്കുക. കേസ് കൊടുക്കണോ വേണമെന്ന് ഞങ്ങൾ തീരുമാനിക്കാം എന്നറിയാം അനാമിക. എന്നാൽ തീരുമാനിക്ക് പോയിട്ട്, അല്ലാണ്ട് എന്തെങ്കിലും കേൾക്കുന്നതിൻ്റെ മുന്നേ എൻ്റെ അനിയത്തിയുടെ മേത്തേക്ക് കൊടുന്ന് ഇടുകയല്ല ചെയ്യേണ്ടത് എന്നിങ്ങനെ നയന പറയുകയാണ് കേട്ടോ. അപ്പോൾ പറയും, എന്തായാലും മോള് ചായ കുടിക്കണം വയ്ക്കുമ്പോൾ, വേണ്ട വല്യമ്മേ, ഞാൻ പോയി നോക്കട്ടെ, അമ്മ ഇപ്പോൾ വിളിച്ചിരുന്നു, അമ്മയ്ക്ക് തീരെ വയ്യാന്ന് പറയും. അല്ല ഹോസ്പിറ്റലിൽ പോകണോ എന്ന് ചോദിക്കും. അല്ല അറിയില്ല, നല്ല ചതവുണ്ടെന്നാണ് പറഞ്ഞത്, എന്തായാലും ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അനാമിക പോവുകയാണ് കേട്ടോ ഇവിടേക്ക്. അപ്പോൾ നമ്മളെ നയനയ്ക്ക് ചിരിയെ വരുന്നു കേട്ടോ. അപ്പോൾ നയന എന്നിട്ട് അപ്പോൾ പറയും, പോയി കേസ് കൊടുക്കാൻ വേണ്ടി പറയല്ലേ, നയന പോയി കേസ് കൊടുക്കുക, അപ്പോൾ വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന് അറിയണം. അങ്ങനെ അനാമിക പോവും. അനാമിക പോയപ്പോൾ പറയും, ഇനിയിപ്പോൾ അവൾ തന്നെയാണോ ചെയ്തത് എന്നിങ്ങനെ ചോദിക്കുകയാണ് നമ്മുടെ ദേവയാനി നയനയോട് കേട്ടോ. അപ്പോൾ നയന അതിനൊന്നും മറുപടി പറയുന്നില്ലേ, നയന മിണ്ടാണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നയന ഒരു പ്രത്യേക ഭാവത്തിലാണ് നമ്മളെ ദേവയാനി നയനേനെ നോക്കുന്നത്. അത് നന്നായി എന്നുള്ളൊരു ഭാവം തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അപ്പോൾ അങ്ങനെ അതുപോലെ ഇന്നത്തെ പത്രമാറ്റ് നല്ല ഭംഗിയായിട്ട് തന്നെ കൊടുത്തു. നമ്മളെന്തായാലും ഇന്ന് നമ്മുടെ നന്ദുവിൻ്റെ ആറാട്ടായിരുന്നു. അപ്പോൾ രണ്ടാം ഭാഗം ആറാട്ടിൻ്റെ അടിച്ച് പരിവാക്കി കളഞ്ഞിട്ടുണ്ട്. എന്തായാലും നന്നായി, പെൺകുട്ടികളായി എങ്ങനെ വേണം. അപ്പോൾ ഓക്കെ, എല്ലാവരും
അത്രമായിട്ട് മിസ് ചെയ്യേണ്ട കാണുക. അതുപോലെ എൻ്റെ രാധാസ് ഫാമിലി കിച്ചൻ നിങ്ങൾ മറക്കാതെ കാണുക, കേൾക്കുക എൻ്റെ കഥകൾ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തുക. ഓക്കെ, പിന്നെ വേറെ എന്താ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പിന്നെ അതുപോലെ എല്ലാവരും നല്ല ആയുരാരോഗ്യ സൗഖ്യത്തോടു കൂടി തന്നെ ഇരിക്കട്ടെ. എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം